എവിടെ ചെന്നാലും അൻവറിന് തിരിച്ചടി തന്നെയാണ് ഫലം. തൃണമൂൽ കോൺഗ്രസ് എങ്കിലും രക്ഷകരായി എത്തുമെന്ന് കരുതി, അതും ഉണ്ടായില്ല. പറഞ്ഞു വരുന്നത്, തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി PV അൻവറിന് BJP-യുമായി ബന്ധമുണ്ടെന്ന് സംസ്ഥാന നേതൃത്വം ആരോപിച്ച വാർത്തയെ കുറിച്ചാണ്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേഷൻ ചുമതലയുണ്ടായിരിക്കെ പഞ്ചായത്ത് അംഗത്തെ പണം നൽകി കാലുമാറ്റിച്ച് വയനാട് പനമരത്തും നിലമ്പൂർ ചുങ്കത്തറയിലും UDF-ന് ഭരണം പിടിച്ചു നൽകി വിലപേശുകയാണ് അൻവർ എന്നാണ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തിയത്. UDF-ൽ കയറാനുള്ള തന്ത്രമാണ് അൻവർ പയറ്റുന്നത്. UDF പ്രതീക്ഷ മങ്ങിയാൽ NDA-ക്കൊപ്പം പോകാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ചെയർമാനായ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലെത്തിയത്. സംസ്ഥാന അധ്യക്ഷൻ CG ഉണ്ണിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മമതാ ബാനർജിക്ക് പരാതി നൽകാൻ തീരുമാനിച്ചു. തൃണമൂൽ കോൺഗ്രസിന് ഭരണ പങ്കാളിത്തം നേടാനല്ല UDF-ന് ഭരണം നേടിക്കൊടുത്തത്. മുന്നണിയിൽ കയറാനുള്ള തന്ത്രമാണ് അൻവർ പയറ്റുന്നത്. UDF പ്രതീക്ഷ മങ്ങിയാൽ BJP-യുടെ NDA സഖ്യത്തിനൊപ്പം പോകാനും അൻവർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് NDA സഖ്യകക്ഷിയായ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ചെയർമാനായ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലെത്തിയത്. BJP-യെയോ NDA നേതൃത്വത്തെയോ തള്ളിപ്പറയാതെയാണ് സജിയുടെ തൃണമൂൽ പ്രവേശനം. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ PV അൻവർ ബ്രോ എന്നാണ് അഭിസംബോധന ചെയ്യാറ്. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ അൻവറിനെതിരെയുള്ള ആദായ നികുതി വകുപ്പ് അന്വേഷണവും മംഗലാപുരത്തെ ക്രഷർ തട്ടിപ്പു കേസിലെ കള്ളപ്പണ ഇടപാടിലെ ED അന്വേഷണവും അട്ടിമറിച്ചത് സുരേന്ദ്രന്റെ ഇടപെടലിലാണ്. K സുരേന്ദ്രനെതിരായ തിരഞ്ഞെടുപ്പ് കോഴക്കേസിലെ പരാതിക്കാരിയായ പ്രസീത അഴീക്കോടിന് തൃണമൂൽ കോൺഗ്രസ് അംഗത്വം നൽകി സുരേന്ദ്രനു വേണ്ടി കേസ് അട്ടിമറിക്കാനുള്ള കൊട്ടേഷനാണ് അൻവർ ഏറ്റെടുത്തതെന്നും ആരോപിച്ചു. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിൽ 20,000 കോടി രൂപയുടെ സ്വർണ്ണ ഖനനമുണ്ടെന്ന് അൻവർ പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യക്കാരന് വിദേശത്ത് ബിസിനസ് നിക്ഷേപം നടത്തുന്നതിന് ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന പണം നികുതി അടച്ചതാണെന്ന് തെളിയിക്കുന്ന ആദായ നികുതി വകുപ്പിന്റെ 15 CB ടാക്സ് ഡിറ്റർമിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അത്തരം ഒരു സർട്ടിഫിക്കറ്റ് ആദായ നികുതി പോലും അടയ്ക്കാത്ത അൻവറിന് ആദായ നികുതി വകുപ്പ് നൽകിയിട്ടില്ല. ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനനത്തിലെ കള്ളപ്പണ ഇടപാടിലെ കേന്ദ്ര അന്വേഷണം അട്ടിമറിച്ചതും അൻവറിന്റെ BJP ബന്ധമാണ്. ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ PV അൻവർ ആദ്യം DMK-യിലേക്ക് ചേക്കേറാനാണ് ശ്രമിച്ചത്. എന്നാൽ DMK പ്രവേശനത്തിന് പച്ചക്കൊടി കാട്ടാതിരുന്നതോടെ അതേ പേരിൽ തന്നെ സംഘടന രൂപീകരിച്ച് അൻവർ പ്രവർത്തനം തുടങ്ങി. പിന്നീട് UDF-ലേക്ക് എത്താനായിരുന്നു അൻവറിന്റെ ശ്രമം. ഇതിനായി മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഉൾപ്പെടെ അൻവർ ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനിടെ DFO ഓഫീസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്തതോടെ നിലമ്പൂർ MLA-ക്ക് പ്രതിപക്ഷത്തു നിന്ന് കൂടുതൽ പിന്തുണയും ലഭിച്ചു. അൻവറിന്റെ UDF പ്രവേശനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന പ്രവചനങ്ങൾക്കിടയിലാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നത്. അവിടെയും നേതാവിന് വേണ്ടത്ര പരിഗണന ഇല്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം.